ഗുഡ് ഈവനിങ് ഓൾ. സെൻറ്റ് പീറ്റേഴ്സ് ട്രെയിനിങ് കോളേജ് കോലഞ്ചേരിയിലെ മാക്സ് ക്ലബിൻ്റെയും GHS കൂത്താട്ടുകുളം നാഷണൽ സർവീസ് സ്കീമിൻ്റെയും ആഭിമുഖ്യത്തിൽ അവതരിപ്പിക്കുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന വെബിനാറിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന ഈ വെബിനാറിൽ ഞങ്ങളിവിടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് ലൈഫിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യുന്നു, ലൈഫിലുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പുതിയ ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കണ്ടൻറ്റുകളാണ് ഈ വെബിനാറിൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മൂവിങ് ടു ദ കണ്ടൻറ്റ്, എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്? പേഴ്സണാലിറ്റി, നമ്മൾ ഒരാളെ കാണുമ്പോൾ തന്നെ പറയാറുണ്ട് അദ്ദേഹത്തിന് വളരെ നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ട്. സോ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന വാക്കുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? Etymological meaning of personality. Personality is derived from a Latin word persona, which means a dress or mask which Greek actors used to wear during playing a drama or play. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡായിട്ടുള്ള പെർസോണയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. പെർസോണ എന്ന് പറയുന്നത് ഗ്രീക്ക് ആക്ടേഴ്സ് ഒരു ഡ്രാമ, ഒരു റോൾ പ്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ധരിച്ചിരുന്ന ഒരു മാസ്കാണ്. അതായത് നമ്മൾ നമ്മുടെ ഇന്നർ ബിഹേവിയേഴ്സിനെ, ഇന്നർ ആറ്റിറ്റ്യൂഡ്സിനെ അല്ലെങ്കിൽ അകത്തോട്ട് മറച്ചു വച്ച് പുറത്ത് മറ്റൊന്നിനെ പ്രദർശിപ്പിക്കുന്നു, നല്ല ക്വാളിറ്റീസ് മാത്രം പുറത്ത് പ്രദർശിപ്പിക്കുന്നു എന്നൊരർത്ഥമായിരുന്നു കൊടുത്തിരുന്നത്. സോ ഇറ്റ് ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ഔട്ടർ അപ്പിയറൻസ്, ബട്ട് നൗ ഇറ്റ് ഈസ് നോൺ ദാറ്റ് ജസ്റ്റ് ഔട്ടർ അപ്പിയറൻസ് കനോട്ട് ബി സ്റ്റേറ്റഡ് ആസ് പേഴ്സണാലിറ്റി. അപ്പോൾ നമുക്ക് എന്താ അറിയാം, ഔട്ടർ അപ്പിയറൻസിനെ മാത്രം കണ്ട് നമുക്കൊരാളുടെ പേഴ്സണാലിറ്റീനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ബീയിങ് ഇന്നർ അയാൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. സോ പേഴ്സണാലിറ്റി മീൻസ് ദ പവർ ടു ഹാവ് ഇൻഫ്ലുവൻസ് ഓൺ അതർ. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നമുക്ക് എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഡെഫിനിഷൻ ഓഫ് പേഴ്സണാലിറ്റി എന്താണെന്ന് നോക്കാം. പേഴ്സണാലിറ്റി ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ദോസ് സിസ്റ്റം ഓഫ് ഹാബിറ്റ്സ് ദാറ്റ് റെപ്രസെൻറ്റ് വൺ ഇൻഡിവിജ്വൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു ഹിസ് എൻവിറോൺമെൻറ്റ്. അതായത് വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ പരിസരവുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിനെ പ്രതിനിധീകരിക്കുന്ന ശീലങ്ങളുടെ ഒരു സംയോജനമാണ് എന്ന് നമുക്ക് പറയാം. ഫിലോസഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ ഐഡിയ ഓഫ് സെൽഫ് എൻഹാൻസ്മെൻറ്റ്. ആൻഡ് സോഷ്യോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡിഫൈൻസ് ദാറ്റ് ഇറ്റ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ഓൾ ട്രൈബ്സ് വിച്ച് ഡിറ്റർമീൻസ് ദ സ്റ്റാറ്റസ് ഓഫ് ദ പേഴ്സൺ ഇൻ എ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരാളുടെ സ്റ്റാറ്റസിനെയാണ് അത് ഡിറ്റർമീൻ ചെയ്യുന്നത്. ആൻഡ് ഇൻ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദ പേഴ്സണാലിറ്റി ഈസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് 3 കമ്പോണൻസ്: ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. അതായത് സൈക്കോ അനലിറ്റിക് അപ്രോച്ചിലൂടെ നോക്കുകയാണെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ അങ്ങനെ പറയുന്ന 3 കമ്പോണൻസിൻ്റെ കൺസ്ട്രക്ഷനാണ് പേഴ്സണാലിറ്റി. ഇപ്പോൾ നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് വി ആർ മൂവിങ് ടു വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. Personality development is actually the development from the organized pattern of attitudes and behavior which makes an individual distinctive. അതായത് വ്യക്തിത്വ വികസനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു വ്യക്തിയുടെ മനോഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും സംഘടിത മാതൃകയിൽ നിന്നുള്ള വികസനം, അതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഓരോ ആൾക്കാരുകളും, ഇപ്പം ഞാൻ നിങ്ങളിൽ നിന്നും വ്യത്യസ്തരാണ്, എന്നിൽ നിന്നും വ്യത്യസ്തരായിരിക്കും അടുത്തൊരാൾ. ഓരോ ആൾക്കും എന്താണ് യുണീക്കായിട്ടുള്ള ഓരോ പേഴ്സണാലിറ്റീസാണ് ഉള്ളത്. ഈച്ച് പേഴ്സൺ ഹാസ് എ യുണീക്ക് പേഴ്സണാലിറ്റി ആൻഡ് യുവർ പേഴ്സണാലിറ്റി കൺസിസ്റ്റ്സ് ഓഫ് ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ഫീലിംഗ് ആൻഡ് ദ വേ ഓഫ് തിങ്കിങ് ദാറ്റ് മേക്ക് യു ആൻ ഇൻഡിവിജ്വൽ. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്നും വ്യത്യസ്തരായിരിക്കും. നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ബിഹേവിയർ ഉണ്ടാവും, ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവും, ഫീലിങ്സ് ആൻഡ് ദ വേ ഓഫ് തിങ്കിങ്, നമ്മൾ ചിന്തിക്കുന്ന രീതി, ഇതെല്ലാം മറ്റൊരാളിൽ നിന്ന് എന്നും വ്യത്യസ്തരായിരിക്കും. ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ചിന്തിക്കുന്ന. ഒരു സിറ്റുവേഷനിൽ ഞാൻ ചിലപ്പോൾ സങ്കടപ്പെടുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ഇമോഷൻ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും മറ്റൊരാളിൽ നിന്നും എന്നും വ്യത്യസ്തരായി തന്നെയാണ് നിലനിൽക്കുന്നത്. ഇനി നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റീനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് 5 സവിശേഷതകൾ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഇനി 5 സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോണത്. എക്സ്ട്രോവേർഷൻ, ഇമോഷണൽ സ്റ്റെബിലിറ്റി, എഗ്രിബിൾനെസ്, കോൺസിറ്റിയസ്നെസ്, ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്. ഈ 5 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെൻട്രൽ ട്രൈറ്റ്സ് എന്നാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. എക്സ്ട്രോവേർഷൻ, ദിസ് ട്രൈറ്റ് ഡിസ്ക്രൈബ് ഹൗ മച്ച് യു ലൈക്ക് ബീയിങ് വിത്ത് അതർ പീപ്പിൾ. അതായത് നമുക്ക് മറ്റുള്ളവരുമായി എന്തുമാത്രം നന്നായി ഇടപഴകാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് ഈ ഒരു എക്സ്ട്രോവേർഷൻ എന്ന് പറയുന്ന ഒരു ട്രേഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ആൻഡ് എക്സ്ട്രോവേർട്സ് ടെൻഡ് ടു ബി ഔട്ട് ഗോയിങ്, ടോക്കറ്റീവ് ആൻഡ് സോഷ്യബിൾ. ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി എന്തായിരിക്കും, നന്നായി സംസാരിക്കാൻ ശേഷിയുള്ള ഒരാളായിരിക്കും. ശേഷി എന്നല്ല, നല്ലപോലെ സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ അയാൾ വളരെ കമ്മ്യൂണിക്കേറ്റബിൾ ആയിരിക്കും. ആരായിട്ടാണെങ്കിലും വളരെ നന്നായി സംസാരിക്കാൻ കഴിയും. എന്ത് കാര്യത്തിലും ഇടപഴകാൻ സാധിക്കും. ഏതൊരു സോഷ്യൽ ഇഷ്യൂ ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു മടിയും കൂടാതെ എന്തിനേയും ചെയ്യാനുള്ളൊരു ധൈര്യത്തോടെ ഇറങ്ങി വരുന്ന ഒരാളായിരിക്കും ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആൻഡ് ഇൻട്രോവേർട്ട് ടെൻഡ്സ് ടു ബി ഷൈ, ക്വയറ്റ് ആൻഡ് റിസർവ്ഡ്. നെക്സ്റ്റ് ആയിട്ട് വന്ന ട്രൈറ്റ് ആണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. പീപ്പിൾ ഹു ആർ ഇമോഷണലി സ്റ്റേബിൾ ടെൻഡ് ടു ബി റിലാക്സ്ഡ്, സെക്യൂർ ആൻഡ് കാം ഈവൻ ഡ്യൂറിങ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. അതായത് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കും, വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. എത്ര വലിയ കഠിനമായ ഒരു സിറ്റുവേഷൻസ് അയാളുടെ ലൈഫിൽ ഫേസ് ചെയ്താലും അയാൾക്ക് ആലോചിച്ച് നല്ല ഒരു തീരുമാനമെടുത്ത് മുൻപോട്ട് പോകാൻ സാധിക്കും. അതാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾ എപ്പോഴും ഏതൊരു സിറ്റുവേഷനെയും നേരിടാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അതേപോലെ ചിന്തിക്കുകയാണ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒരാൾ എങ്ങനെയായിരിക്കും, ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത ആൾ എപ്പോഴും എങ്ങനെയായിരിക്കും, എന്തിനേയും പേടിച്ച് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ആലോചനയുമായി ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ദോസ് ഹു ആർ നോട്ട് ഇമോഷണലി സ്റ്റേബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എഗ്രിബിൾനെസ്. ദിസ് ട്രെയ്റ്റ് ഡിസ്ക്രൈബ്സ് യുവർ ടെൻഡൻസി ടു റിലേറ്റ് അതർ പീപ്പിൾ ഇൻ എ ഫ്രണ്ട്ലി വേ. മറ്റുള്ളവരുമായി എത്ര ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇടപെടാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്ന് പരിചയപ്പെട്ട ആളായിരിക്കാം, നേരത്തെ അറിയുന്ന ഒരാളായിരിക്കാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് നമുക്ക് എത്രമാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അയാളോട് എത്രമാത്രം ഫ്രണ്ട്ലി മാനറിൽ ബിഹേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ പീപ്പിൾ ഹു ആർ എഗ്രിബിൾ ടെൻഡ് ടു ബി കോപ്പറേറ്റീവ് വിത്ത് അതേഴ്സ്. എഗ്രിബിൾനെസ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ എഗ്രിബിൾ ആയിട്ടുള്ള ഒരാൾ എപ്പോഴും എന്തായിരിക്കും, കോപ്പറേറ്റീവ് ആയിരിക്കും. കാരണം അയാൾ വളരെ നന്നായിട്ട് തന്നെ മറ്റുള്ളവർ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരാൾ എന്തായിരിക്കും, കോപ്പറേറ്റീവ് ആയിരിക്കും. അതേസമയം ഡിസഗ്രിബിൾ ആയിട്ടുള്ള ഒരാൾ എന്തായിരിക്കും, ഇൻകോപ്പറേറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇടപഴകാൻ കുറച്ച് മടി കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എപ്പോഴും ഡിസഗ്രിബിൾനെസ് ആയിട്ടുള്ള ഒരാൾ. ദ പീപ്പിൾ ഹു ആർ ഡിസഗ്രിബിൾ ടെൻഡ് ടു ബി സസ്പീഷ്യസ് ഓർ ഹോസ്റ്റൈൽ. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ട്രൈറ്റ് ആണ് കോൺഷ്യസ്നെസ്. ഈ ഒരു ട്രൈറ്റിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹൗ റെസ്പോൺസിബിൾ ആൻഡ് സെൽഫ് ഡിസിപ്ലിൻഡ് യു ആർ. എത്രമാത്രം നമ്മൾ റെസ്പോൺസിബിൾ ആണ് അല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻഡ് ആണ് എന്നതാണ് ഈ ഒരു ട്രൈറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ട്രൈറ്റ് ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു സവിശേഷത ഉള്ള ഒരാൾ എപ്പോഴും എന്തായിരിക്കും, വളരെ ഡിപ്പെൻഡബിൾ ആൻഡ് അവർ വളരെ നല്ല ഡിസിഷൻസ് ലൈഫിൽ എടുക്കാൻ സാധിക്കുന്ന ഒരാളായിരിക്കും. കാരണം നമുക്കറിയാം, വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും അലക്ഷ്യമായ ഒരു തീരുമാനങ്ങളും എടുക്കില്ല. അതിനെക്കുറിച്ച് ആലോചിച്ച് അതിൻ്റെ വേണ്ട സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുന്നതിന് ഞാൻ എത്രമാത്രം എഫോർട്ട് ഇടണം എന്നുള്ളതിനെല്ലാം അന്വേഷിച്ച് മുമ്പിലേക്ക് നല്ലൊരു ഡിസിഷനെ അദ്ദേഹം എടുക്കുകയുള്ളൂ. സോ ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ എന്ത് പറയുമ്പോൾ എല്ലാം എന്ത് പറയണം, പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ അതിനൊരു നെഗറ്റീവ് സൈഡും ഉണ്ടാകും. ഈ ഒരു ട്രേഡ് ഇല്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു സവിശേഷത പ്രകടിപ്പിക്കാത്ത വ്യക്തികൾ എങ്ങനെയായിരിക്കും, എപ്പോഴും വളരെ കെയർലെസ് ആയിരിക്കും. ഒന്നിനെക്കുറിച്ചും വലിയ കാര്യമായി ചിന്തിക്കാതെ അല്ലെങ്കിൽ മുൻപോട്ട് എന്താവും എന്നതിനെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ ജസ്റ്റ് ഒരു കാര്യങ്ങളും ആലോചിക്കാതെ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയും പാതി എത്തുമ്പോൾ അതെന്നെക്കൊണ്ടാവില്ല എന്നോർത്ത് പറ്റില്ല, അതെന്നെക്കൊണ്ട് പറ്റില്ല, ഒരു കോഴ്സ് എടുത്തു അതെനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നാൽ നമ്മൾ എടുക്കുമ്പോൾ ആലോചിക്കണം തൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു കോഴ്സ് ആയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ വെറുതെ തീരുമാനങ്ങൾ എടുത്ത് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നടക്കുന്ന ഒരാളായിരിക്കും ഈ പറഞ്ഞ ഒരു ട്രേറ്റ് ഇല്ലാത്തൊരു വ്യക്തി. നെക്സ്റ്റ് ഫൈനലായിട്ട് നമ്മൾ പറയുന്നതാണ് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസസ്. ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസിനോട് ചെയ്യാനുള്ള ഓരോ താല്പര്യം, പുതിയതായിട്ട് ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ താല്പര്യം. പീപ്പിൾ ഹു ആർ ഓപ്പൺ ടു ന്യൂ എക്സ്പീരിയൻസസ് ടെൻഡ് ടു ബി ക്യൂരിയസ്, ഇമാജിനേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ്. ക്യൂരിയസ് ആയിരിക്കും, ഇമാജിനേറ്റീവ് ആയിരിക്കും, അവരെന്തായിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കും. ഇതേസമയം ഈ ഒരു ട്രൈറ്റ് കാണിക്കാത്ത വ്യക്തികൾ എന്തായിരിക്കും, വളരെ ലെസ് ഓപ്പൺ ആയിരിക്കും. അവർ നമുക്ക് എന്തായാലും പ്രിഡിക്റ്റ് ചെയ്യാൻ അങ്ങനെ പറ്റില്ല, വളരെ ലെസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളും ആയിരിക്കും. ആൻഡ് വി ആർ മൂവിങ് ടു ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഴ്സണാലിറ്റി? ടു ഐഡൻറ്റിഫൈ ദ ഫസ്റ്റ് 5 traits that are used to define personality. നമ്മൾ ഈ നമ്മളിപ്പോൾ ഒരു 5 സെൻട്രൽ ട്രൈറ്റ്സ് ആണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത്. അത് 5 എണ്ണം എന്താണെന്ന് കണ്ടുപിടിക്കുക. ഒരു വ്യക്തിയിൽ ആ 5 ട്രൈറ്റ്സ് എങ്ങനെയാണ്, അവർ എഗ്രിബിൾ ആണോ ഡിസഗ്രിബിൾ ആണോ, അതോ ഇനിയിപ്പോൾ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് ഉണ്ടോ, അതോ ഇല്ല മടിച്ചു നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണോ, അങ്ങനെയുള്ള കാര്യം ഈ 5 ട്രൈറ്റ്സിൽ ഏതൊക്കെ ഉണ്ട് ഏതൊക്കെ ഇല്ല എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഐഡൻറ്റിഫൈ ദ 2 ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ ഹൗ യുവർ പേഴ്സണാലിറ്റി ഡെവലപ്സ്. എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള 2 ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യാനാണ്
നെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ഫൈനലി വി ആർ മൂവിങ് ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണാലിറ്റി. എന്താണ് പേഴ്സണാലിറ്റിക്ക് നമ്മുടെ ലൈഫിലുള്ള ആ ഒരു ഇമ്പോർട്ടൻസ്, എന്തിനാണ് നമ്മളൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആവശ്യം എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻഷുവർ ദ എക്സലൻസ് ഇൻ വൺസ് ചോസൺ ഫീൽഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് പറയാം, താങ്കൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ഫീൽഡിൽ നമുക്ക് എന്തുണ്ടാവണം, മികവുണ്ടാവണം. ഇല്ലാത്ത പക്ഷം ഞാൻ ആ ഫീൽഡ് എടുത്തു എന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് ഒരു പ്രയോജനമില്ല. അയാൾക്ക് ആ ഒരു ഫീൽഡിൽ മികവ് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ പോലും എന്ത് വേണം, തനിക്ക് നല്ലൊരു പേഴ്സണാലിറ്റി വേണം. നല്ലൊരു പേഴ്സണാലിറ്റി ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്തായിരിക്കും, ഒരിക്കലും അയാൾ റെസ്പോൺസിബിൾ ആയിരിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് ഞാനൊരു ഫീൽഡ് ചൂസ് ചെയ്തു, ആ ഒരു ഫീൽഡിൽ നല്ലൊരു പൊസിഷനിൽ എനിക്ക് എത്താനും സാധിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഒരു റെസ്പോൺസിബിൾ അല്ലാണ്ട് ഞാൻ ലക്ഷ്യമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരുമാനം എത്ര പേരെ ബാധിക്കുന്നതായിരിക്കും എന്നുള്ളതൊന്നും ചിന്തിക്കാതെ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരാൾക്ക് ഒരിക്കലും നമ്മൾ എടുക്കുന്ന ആ ഒരു ഫീൽഡ്, നമ്മുടെ ലൈഫ് ആയിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ, ഏതൊരു കാര്യത്തിലും എക്സലൻസ് ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു എക്സലൻറ്റ് ഡിസിഷൻ എടുക്കാനും സാധിക്കില്ല. കോൺട്രിബ്യൂട്ട് ഇൻഡിവിജ്വൽ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ്. ഓരോ ഇൻഡിവിജ്വലുടെ ഡെവലപ്മെൻറ്റിനും എന്ത് വേണം, ഹി ഷുഡ് ഹാവ് ആൻഡ് പേഴ്സണാലിറ്റി. നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള നല്ലൊരു ഇൻഡിവിജ്വലിനെ എന്ത് പറ്റൂ, നല്ലൊരു സമൂഹത്തെ ഉണ്ടാക്കാൻ പറ്റും. സമൂഹത്തെ ഉണ്ടാക്കാൻ നല്ലൊരു സമൂഹം ആയി മാറാൻ പറ്റും. ഓരോരുത്തരും ഡെവലപ്പ് ആയാൽ മാത്രമേ നമുക്ക് നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഗോൾ തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇമ്പോർട്ടൻറ്റ് യുവർ പേഴ്സണാലിറ്റി ക്യാൻ ഇംപ്രൂവ് യുവർ ചാൻസസ് ഫോർ സക്സസ് ഇൻ എനി അണ്ടർടേക്കൻസ്. നമുക്ക് എന്ത് പറയാൻ പറ്റും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു അണ്ടർ സർക്കംസ്റ്റൻസ് വന്നാലും നമ്മുടെ ചാൻസിനനുസരിച്ചുള്ള നല്ലൊരു സക്സസ് ആയിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് മുൻപോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുത്ത് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നിവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് വരുന്ന ബാക്കിയുള്ള പോർഷൻസാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് അഞ്ജന ഉണ്ട്. ഞാൻ കോളഞ്ചേരി BEd സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. മാത്തമാറ്റിക്സ് ആണ് ഓപ്ഷൻ. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടുള്ളൊരു വെബിനാറാണ് അല്ലേ. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്താണ്, അതിൻ്റെ എറ്റിമോളജിക്കൽ മീനിങ്, ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ഹൗ പേഴ്സണാലിറ്റി ഫോംസ് എന്നതിനെ പറ്റി പഠിക്കാം. പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ കോമ്പിനേഷൻ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ഒരാളുടെ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിനായിട്ടും രണ്ട് കാര്യങ്ങളാണ്, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ഹെറിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പരമ്പരാഗതമായിട്ട് നമ്മുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ അവരുടെ പേരൻസ്, അങ്ങനെ അവരിൽ നിന്നൊക്കെ നമുക്ക് കൈമാറി വരുന്ന എന്തെങ്കിലും പ്രത്യേക സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുവഴി നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റീനെ ചിലപ്പോൾ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റ്, നമ്മൾ വളർന്നു വരുന്ന എൻവിറോൺമെൻറ്റ് ഇതിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ആദ്യം ഹെറിഡിറ്റി എങ്ങനെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നത് എന്ന് നോക്കാം. ഇൻഫൻസ് ആർ ബോൺ വിത്ത് ഡിസ്റ്റിങ്ക്ട് ടെൻഡൻസീസ് ടു ആക്ട് ഇൻ സർട്ടൈൻ വേസ്. കുട്ടികളൊക്കെ ജനിക്കുന്നത് പല വ്യത്യസ്ത കഴിവുകളായിട്ടാണ്. ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളാണ്. ട്രേറ്റ്സ് സച്ച് ആസ് ചിയർഫുൾനെസ്, ഷൈനെസ് മേ ബി ഇൻഹെറിറ്റഡ്. കുട്ടികൾക്ക് ചിയർഫുൾനെസ്, ഷൈനെസ്, ചില വീട്ടുകാർ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവരുമായിട്ടും ഭയങ്കര മിങ്കിളായിട്ട് നടക്കുന്ന വീട്ടുകാരുടെയൊക്കെ അവിടെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ പരിചയക്കേടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലായിടത്തും വളരെ പെട്ടെന്ന് മിങ്കിളാവുന്നു, അങ്ങനെയായിരിക്കും. പക്ഷേ ഇങ്ങനെ വലിയ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാത്ത ഒരു വീട്ടുകാർ, അങ്ങനെ പ്രകൃതമുള്ള ആരെങ്കിലും ഉള്ള കുടുംബത്തിലെ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ഷൈനെസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ട്രേറ്റ്സ് സച്ച് ആസ് മ്യൂസിക്കൽ ആൻഡ് ആർട്ടിസ്റ്റിക് എബിലിറ്റീസ് മേ ബി ഇൻഹെറിറ്റഡ്. അതുപോലെ പാട്ട് പാടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കലാപരമായ കഴിവുകൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണമാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ആവുന്നില്ല. ഹെറിഡിറ്റി എന്ന് പറയുന്നത് ഒരു പകുതി മാത്രമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ. ബാക്കി പകുതി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എൻവിറോൺമെൻറ്റാണ്. ഹെറിഡിറ്റി ഈസ് ഓൺലി ഹാഫ് ദ പിക്ചർ. Your family, your friends and your cultural group are important parts of your environment. They all have an influence in your personality. നമ്മളുടെ ഒരു വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ വ്യക്തിത്വം ഉണ്ടാവുക എന്നുള്ളതിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഈ എൻവിറോൺമെൻറ്റാണ്. നമ്മൾ ജനിച്ച് വളരുന്ന സാഹചര്യം. ഓരോ വീട്ടുകാർ ചിലപ്പം ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാതെയാണ് കുട്ടികളെ വളർത്തുന്നതെങ്കിൽ അവർക്ക് സോഷ്യലി
ഇടപഴകാനുള്ള ഒരു കഴിവ് കുറവായിരിക്കും. ആളുകളോട് മിണ്ടാനുള്ള ഒരു മടി, ചിലപ്പം സംസാരിക്കണം എന്നൊക്കെ ഉണ്ടാവും, പക്ഷെ മിണ്ടാനുള്ളൊരു മടി, പേടി അങ്ങനെയൊക്കെ കൊണ്ട് അവർ ഒതുങ്ങിക്കൂടുന്നു. അതുപോലെ ചിലപ്പോൾ നല്ലോണം വർത്തമാനം പറയുന്ന ഒരു നല്ല ആക്റ്റീവായിട്ടുള്ളൊരു വീട്ടിൽ നിന്ന് വരുന്നവർക്ക് അതുപോലെ തന്നെ ആക്റ്റീവായിട്ട് കുട്ടികൾക്കും പെരുമാറാൻ പറ്റുന്നു. അതുപോലെ ഷെയറിങ് മെൻറ്റാലിറ്റി, കുട്ടികൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിലെ തന്നെ നല്ലവണ്ണം ഷെയറിങ് മെൻറ്റാലിറ്റി, ഒരു സ്നേഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നോക്കാം. പേഴ്സണാലിറ്റി ഡെവലപ്സ് ത്രൂ ലൈഫ് ആസ് പീപ്പിൾ മീറ്റ് സീരീസ് ഓഫ് ചാലഞ്ചസ്. ഓരോരോ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നതിലൂടെയാണ് ആളുകളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ്. ഒരു ചാലഞ്ചും ഫേസ് ചെയ്യാതെ ഈസി ആയിട്ടൊരു ലൈഫ് ഒരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് വേറെ കാര്യം. എന്തായാലും പ്രതിസന്ധികൾ നേരിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ചാലഞ്ചസ് നേരിടുന്നതിലൂടെയാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്, നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഡെവലപ്പ് ട്രസ്റ്റ്, ലേൺ ടു ബി ഇൻഡിപെൻഡൻറ്റ്, ടേക്ക് ഇനീഷ്യേറ്റീവ്, ഡെവലപ്പ് സ്കിൽസ്, search for identity, establish intimacy, create and nurture, look back with acceptance. ഇതാണ് നമ്മുടെ ലൈഫിൽ ഓരോ സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഡെവലപ്പ് ട്രസ്റ്റ്. If needs are met, child learns to trust other people. If needs are not met, the child learns mistrust and may withdraw from others. കുട്ടികൾക്ക് ഓരോ ആവശ്യങ്ങൾ നേരിടുമ്പോഴാണ് അവർ മറ്റുള്ളവരെ വിശ്വസിക്കുന്നത്, അല്ലേ? നമുക്കിപ്പോൾ ഒരാവശ്യമില്ല, നമ്മളെല്ലാം വേഗം കയ്യെത്തും ദൂരത്ത് കിട്ടുന്നു, എല്ലാം നമ്മൾ അപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവർക്കൊന്നും ഒരു ആവശ്യമില്ലാതെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ നമ്മളെ ഒരു ട്രസ്റ്റും ഉണ്ടാവില്ല അവർക്ക് അത് ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ അവരായിട്ടത് പ്രകടിപ്പിച്ച് തുടങ്ങുമ്പോൾ അപ്പോൾ നമ്മളെ അവർ അഭയം പ്രാപിക്കുന്നു, അല്ലേ? അങ്ങനെയാണ് പീപ്പിളിനോട് ട്രസ്റ്റ് ഉണ്ടാവുന്നത്. അവർക്ക് ഒരു ആവശ്യവും ഇല്ലെങ്കിൽ അവർ എപ്പോഴും പീപ്പിളിൽ നിന്ന് മാറി നിൽക്കുകയുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഇതൊരു ബർത്ത് ടു 18 months വരെയുള്ള കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ്, ലേൺ ടു ബി ഇൻഡിപെൻഡൻറ്റ്. ഒരു 18 months to 3 years വരെയുള്ള കുട്ടികളെ നമ്മൾ this stage is when young people or children learn to do things on their own. If children fail to master up these tasks, they will develop self-doubt. കുട്ടികളെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരവരുടെ കാര്യങ്ങൾ, ഒരു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പൊതു സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പം അവർക്ക് സ്വയം ഒരു ഡൗട്ട് ഫീലിംഗ് ആണ് ഉണ്ടാവുക. നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. നേരത്തെ തന്നെ നമ്മളെല്ലാം ചെയ്യിപ്പിക്കണം. അങ്ങനെ നമ്മൾ സെൽഫായിട്ട് അവരെ ഒരു ഇൻഡിപെൻഡൻ്റ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. വളരെ ചെറുപ്രായത്തിൽ തുടങ്ങും. ഇപ്പോഴത്തെ പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം അങ്ങനെ ചെയ്ത് കൊടുത്ത് അങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അവർക്ക് സ്വയം നേരിടേണ്ട ഒരു സമയം വരുമ്പോൾ അവർക്കത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അവരോട് സംശയിച്ച് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്റ്റേജാണ്. നെക്സ്റ്റ് നമുക്കൊരു 3 to 6 years വരെയുള്ള കുട്ടികൾക്ക് ടേക്ക് ഇനീഷ്യേറ്റീവ്. During this stage, children start to plan their own activities. If children are harshly scolded for poor initiatives, they may feel unworthy or guilt. അതായത് ഈ 3 to 6 വയസ്സ് വരെയുള്ള കുട്ടികളിൽ പല കാര്യങ്ങളായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ മൈൻഡിൽ തോന്നുന്ന രീതിക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരെ വഴക്ക് പറയാനോ അത് ചെയ്യരുതെന്ന് എടുത്ത് മാറ്റിക്കളയാനോ ഒന്നും പാടില്ല. നമ്മളവരെ അത് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേണമെങ്കിൽ മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാണ്ട് വേഗം നമ്മൾ പോയി വഴക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇനീഷ്യേറ്റീവ് അവിടെ ഇല്ലാതാവും. എന്താണോ അവരുടെ ഉള്ളിൽ നിന്ന് പുറത്ത് വരാനിരുന്നത് അതവിടെ ഇനി ഒരിക്കലും വരില്ല. ഒരു ഗിൽറ്റി ഫീലിംഗ് അവർക്കുണ്ടാവും. അപ്പോൾ അവരുടെ ആ ഇനീഷ്യേറ്റീവ് ഇല്ലാതെ പോവുകയാണ്. അപ്പോൾ അതും ഒരിക്കലും ഒരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഡെവലപ്പ് സ്കിൽ. അതായത് നമുക്ക് അതുവരെയുള്ളതിൽ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ സ്കില്ലുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും.
ഒരു 6 to 12 വയസ്സ് വരെ ആകുമ്പോഴത്തേക്കും നമുക്ക് ദി സ്കിൽസ് മേക്ക് ചിൽഡ്രൻ ഫീൽ കോമ്പീറ്റൻറ്റ് കേപ്പബിൾ ഓഫ് അച്ചീവിങ് ദെയർ ഗോൾസ് വിത്തൗട്ട് സ്കിൽ എ ചൈൽഡ് മേ ഫീൽ ലൈക്ക് എ ഫെയിലിയർ. അപ്പോൾ കുട്ടികൾക്ക് അപ്പോൾ വരെ ഉണ്ടായിരുന്ന ആ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് അവർക്ക് കോമ്പീറ്റൻറ്റ് മറ്റുള്ളവർ എന്തെങ്കിലും കരിക്കുലം ബേസ് ആണെങ്കിലും കോമ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലക്ഷ്യത്തിലെത്തിക്കാനായിട്ട് ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ വളരെ നല്ലതായിരിക്കും. അതുപോലെ അവർക്ക് അവരുടെ അല്ലെങ്കിൽ ഇപ്പം ഒരു സ്കില്ലും ഇല്ല എന്നൊരു തിരിച്ചറിവ് കുട്ടിയെ ഒരു അട്ടർ ഫെയിലിയറായിട്ട് അവർക്ക് തന്നെ സ്വയം തോന്നാനിടയുണ്ട്. അപ്പം നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ. നെക്സ്റ്റ് നമ്മൾ സ്റ്റേജ് എന്ന് പറയുന്നത് 12 to 19 വയസ്സ് വരെയുള്ളതാണ്. അവിടെ നമ്മൾ ആസ് എ ടീനേജർ നമ്മുടെ സ്വന്തമായൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ നിലപാടുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു ഏകദേശം ഐഡൻറ്റിറ്റി നമ്മളവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. യുവർ മെയിൻ ചാലഞ്ച് ഈസ് ടു സെർച്ച് ഓഫ് ഐഡൻറ്റിറ്റി ഓർ സെൻസ് ഓഫ് സെൽഫ്. നമ്മൾ ഒരു നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആരാണ്, എന്തൊക്കെയാണ് നമ്മുടെ ഗുണങ്ങൾ, ദോഷങ്ങൾ എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ഒരു സെൽഫ് ഐഡൻറ്റിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഒരു 20 to 40 വയസ്സ് വരെയുള്ള ഒരു ആളുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് എസ്റ്റാബ്ലിഷ് ഇൻറ്റിമസി. അവർക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്സ് കൂടുതലായിരിക്കും. നമ്മൾ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട കാലഘട്ടമാണ്. ആസ് എ യങ് അഡൾട്ട് യുവർ ചാലഞ്ച് വിൽ ബി ടു എസ്റ്റാബ്ലിഷ് ക്ലോസ് ബോണ്ട് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് നമ്മളെപ്പോഴും ക്ലോസ് ബോണ്ട്സ് ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. അവിടെ തൊട്ട് നമുക്ക് കിട്ടുന്നതെല്ലാം മുതൽക്കൂട്ടുകൾ. ഇപ്പം പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാം ഓടി വരാനും അങ്ങനെയുള്ള ബോണ്ടിങ് ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ ഒരു സമയത്താണ് നമ്മുടെ ആ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. നെക്സ്റ്റ് ക്രിയേറ്റ് ആൻഡ് നർച്ചർ. ഡ്യൂറിങ് ദ മിഡിൽ അഡൽട്ട്ഹുഡ് പീപ്പിൾ നീഡ് ടു സ്റ്റേ പ്രൊഡക്റ്റീവ് ആൻഡ് ക്രിയേറ്റ് ഇൻ ഓൾ പാർട്ട് ഓഫ് ദെയർ ലൈഫ്. ഒരു 40-65 വയസ്സിനിടയിൽ അവർക്ക് പ്രൊഡക്റ്റീവായിട്ടിരിക്കേണ്ട ഒരു സമയമാണ്. അവർക്ക് ഏതൊരു കാര്യത്തിൽ ലൈഫിലെ ഏതൊരു പ്രശ്നങ്ങളും നേരിടാൻ അവരപ്പോൾ സജ്ജരായിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് സ്റ്റേ പ്രൊഡക്റ്റീവ് ആൻഡ് ക്രിയേറ്റിംഗ് ആയിട്ട് ഇരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവർക്ക് അതൊരു വളരെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഏകദേശം നല്ല രീതിയിൽ പൂർത്തിയായിരിക്കുന്ന സമയമാണത്. നെക്സ്റ്റ് ലുക്ക് ബാക്ക് വിത്ത് അക്സെപ്റ്റൻസ്. നമ്മുടെ ഓൾഡ് ഏജ് സമയമാണ് 65+. ഡ്യൂറിങ് ഓൾഡ് ഏജ് അഡൽട്ട്ഹുഡ് പീപ്പിൾ റിഫ്ലെക്റ്റ് ഇൻ ദെയർ ലൈഫ്. അവരവരുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ പറ്റി പ്രതിഫലിപ്പിക്കുന്നു. അവർ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ഒന്ന് റിഫ്ലെക്റ്റ് ചെയ്യുന്നു. അതാണ് ലുക്ക് ബാക്ക് വിത്ത് അക്സെപ്റ്റൻസ്. ഇത്രയാണ് നമ്മുടെ സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. പലതരം പേഴ്സണാലിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. There are 9 types of personality. ഫസ്റ്റ് പെർഫെക്ഷനിസ്റ്റ്. പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അതിൻ്റേതായ പെർഫെക്ഷനിൽ അത് പുറത്ത് വിടുകയുള്ളൂ എന്നുള്ള വാശിയുള്ള കുറച്ച് ആളുകളുണ്ടാവും. അതായത് എന്ത് കാര്യമാണെങ്കിലും പെർഫെക്ഷനാണ് മെയിൻ എന്നുള്ള വിചാരിക്കുന്ന കുറച്ച് ആളുകൾ, അവരെ നമ്മൾ പെർഫെക്ഷനിസ്റ്റ്. ആ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ് പെർഫെക്ഷനിസ്റ്റ്. ചിലർ ഹെൽപ്പേഴ്സ് ഉണ്ടാവും. അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ വളരെയധികം മനസ്സുള്ള നല്ല ആളുകളുണ്ടാവും. അതൊരു തരം പേഴ്സണാലിറ്റി. പിന്നെ റൊമാൻറ്റിക്സ്, വളരെ സ്നേഹമുള്ളവരായിരിക്കും, അത് ഒരു തരം. നെക്സ്റ്റ് അച്ചീവേഴ്സ്, പല കാര്യങ്ങളും നേടിയെടുത്തവരായിരിക്കും. പിന്നെ അസേർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഉറച്ച തീരുമാനങ്ങളുള്ള സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതും ഒരു തരം പേഴ്സണാലിറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനേഴ്സ്, എന്ത് കാര്യത്തിനും ചോദ്യങ്ങൾ ചോദിക്കുന്ന, അത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന തരം പേഴ്സണാലിറ്റി ഉണ്ട്. പിന്നെ അഡ്വഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും അഡ്വഞ്ചേഴ്സ് എന്തെന്നാ, നമ്മളിപ്പം റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അഡ്വഞ്ചേഴ്സ് എന്ത് റിസ്ക് ആണെങ്കിലും എടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന തരം പേഴ്സണാലിറ്റീസ് ഉണ്ട്. പീസ് മേക്കേഴ്സ്, സമാധാനം ആഗ്രഹിക്കുന്ന, എന്തൊരു പ്രശ്നത്തിൻ്റെ ഇടയ്ക്കും നമ്മൾ ഭയങ്കര ഒച്ചപ്പാടൊക്കെ നടക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരാൾ കയറി വന്നിട്ട്
എല്ലാം പറഞ്ഞൊത്തു തീർപ്പാക്കി സമാധാനമാക്കി വിടും. അങ്ങനെ സമാധാനമാക്കുന്ന തരം പീസ് മേക്കേഴ്സ് ടൈപ്പ് പേഴ്സണാലിറ്റീസും ഉണ്ട്. ഇത്രയാണ് നമുക്കുള്ള ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസ്. നെക്സ്റ്റ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് തിങ്സ് ടു എൻഹാൻസ് പേഴ്സണാലിറ്റി. നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യുക, അതിന് കുറച്ച് ടിപ്സ് തരാം. ഡോണ്ട് കമ്പയർ യുവർ ലൈഫ്. നമ്മുടെ ജീവിതം നമ്മൾ ആരുമായിട്ടും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോ ലൈഫാണ്. അവർക്ക് കിട്ടേണ്ട ജീവിതം ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. നമുക്ക് ഉള്ളതിൽ നമ്മൾ നല്ല എൻജോയ്മെൻറ്റ് കണ്ടെത്തി ജീവിക്കാം. ഒരിക്കലും മറ്റുള്ളവർ അയ്യോ അങ്ങനെയായല്ലോ, അവനെ പോലെ എനിക്ക് ആയാൻ പറ്റിയില്ലല്ലോ, അങ്ങനെയുള്ള നമുക്ക് സ്വയം കഴിവുണ്ട്, അത് കണ്ടെത്തി നമ്മൾ ജീവിക്കാം. നെക്സ്റ്റ്, ഡോണ്ട് ഹാവ് നെഗറ്റീവ് തോട്ട്സ് ഓർ തിങ്സ് യു കനോട്ട് കൺട്രോൾ. ഇൻസ്റ്റെഡ് ഇൻവെസ്റ്റ് യുവർ എനർജി ഇൻ ദ പോസിറ്റീവ് പ്രസൻറ്റ് മൊമെൻറ്റ്. നമ്മൾ ഒരിക്കലും നെഗറ്റീവ് തോട്ട്സ് എടുക്കേണ്ട ഒരു കാര്യമില്ല. അതെന്തിനാ? അതുപോലെ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ തിങ്സ് യു കനോട്ട് കൺട്രോൾ ഇൻസ്റ്റെഡ് ഇൻവെസ്റ്റ് ഓഫ് എനർജി. ഒരിക്കലും നമ്മൾ നെഗറ്റീവ് തോട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അത് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. അല്ലാതെ വേറെ ഒരു ഉപയോഗമില്ലാത്ത തരം കാര്യങ്ങൾ ഇതൊന്നും നമ്മൾ മനസ്സിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും മൊമെൻ്റ് പോസിറ്റീവ് ആയിട്ട് ഇരിക്കണം. എല്ലാ സമയവും നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യവും നമ്മളെ അലട്ടാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഇതെല്ലാം പ്രശ്നങ്ങളുണ്ടാവാം, സങ്കടങ്ങളുണ്ടാവാം. ഇതൊക്കെ പക്ഷെ നമുക്ക് സങ്കടങ്ങളും പ്രശ്നങ്ങളും കൊണ്ടാണ് നമ്മൾ തന്നെ വിചാരിക്കുന്നത്. നമുക്ക് തന്നെ അത് മാറ്റിയെടുക്കാനുള്ളൊരു കഴിവൊക്കെ ഉണ്ട്. ഏതൊരു പ്രതിസന്ധിയും പോസിറ്റീവായിട്ട് ആത്മവിശ്വാസത്തോടെ നേരിടാനുള്ള ഒരു കഴിവുണ്ടാവണം. ഡോണ്ട് വേസ്റ്റ് യുവർ പ്രഷ്യസ് എനർജി ഓൺ ഗോസിപ്സ്. നമ്മളൊരിക്കലും ഗോസിപ്പുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഒരു ഇത്തിരി നേരം കിട്ടുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഗോസിപ്പുകൾ പറഞ്ഞ് ഒരിക്കലും നമ്മുടെ സമയം ഒരിക്കലും നമ്മൾ പാഴാക്കി കളയരുത്. ഡ്രീം മോർ വൈൽ യു ആർ അവെയ്ക്ക്. നമ്മൾ എണീറ്റിരിക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രീംസ് ചെയ്യുക. അതായത് നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു എത്രത്തോളം നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അബ്ദുൽ കലാം പറഞ്ഞ പോലെ സ്വപ്നം കാണുക, അതാണ് വേണ്ടത്. ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നമ്മൾ ഇത്രയും നേരം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസും ഒരു പേഴ്സണാലിറ്റി എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് ഇല്ലാതെ നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ പേഴ്സൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. നമ്മുടെ ബോഡിയിലെ ഓരോ ഓർഗൻസും നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നതിന് വാട്ടർ എന്ന് പറയുന്ന ഒരു ഘടകം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് വെച്ചാൽ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ്, ലഞ്ച് ലൈക്ക് എ പ്രിൻസ് ആൻഡ് ഡിന്നർ ലൈക്ക് എ ബെഗർ എന്നാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഭക്ഷണത്തിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു നേരമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. എത്ര തിരക്കായിക്കോട്ടെ, എന്ത് കാരണവുമായിക്കോട്ടെ, പക്ഷെ ഒരിക്കലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒരു കിങ്ങിനെ പോലെ അത്രയും റിച്ച് ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ട് കഴിക്കണം എന്നാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുക. ലഞ്ച് ലൈക്ക് എ പ്രിൻസ്. ലഞ്ച് നമ്മൾ കഴിക്കണം, പക്ഷേ എന്താ പറയുക, ഒത്തിരി റിച്ചായിട്ട് കഴിച്ചില്ലെങ്കിലും നമ്മൾ കഴിക്കുക. ഡിന്നർ ലൈക്ക് എ ബെഗർ. ഡിന്നർ വളരെ ഒരു ദരിദ്രനെ പോലെ അല്ലെങ്കിൽ അത്രയും
കുറച്ച് കഴിച്ചാൽ മതി എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ പറയുന്നത്. പക്ഷേ ഒരിക്കലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ പലരും ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ എന്ന പേരിൽ ഫുഡൊന്നും കഴിക്കാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. അതിലൂടെ നമ്മുടെ വണ്ണം കുറയുകയല്ല, നമ്മുടെ ഹെൽത്ത് മോശം അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഡയറ്റ് എടുത്താലും നമ്മൾ എല്ലാ നേരവും ഫുഡ് കഴിക്കണം, പക്ഷേ ഫുഡിൻ്റെ അളവ് കുറയ്ക്കുകയും കുറച്ചുകൂടി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയും ഇങ്ങനെ ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയുമാണ് വേണ്ടത്. ഒരിക്കലും ഫുഡ് സ്കിപ്പ് ചെയ്യുകയല്ല വണ്ണം കൂടുന്നതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് ഈറ്റ് മോർ ഫുഡ്സ് ദാറ്റ് ഗ്രോ ഓൺ ട്രീസ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെ, ജങ്ക് ഫുഡ്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ നേച്ചറിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കഴിക്കുക. വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുക. ഒത്തിരി എന്താ പറയുക, ഈ കടയിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് വിഷാംശമുള്ള സാധനങ്ങളോ ഒക്കെ കഴിക്കുന്നതിലുപരി നമ്മുടെ നേച്ചറിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന കാര്യങ്ങൾ കഴിക്കുക എന്നുള്ളതിന് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുകയും ഇപ്പോൾ അത്യാവശ്യം പച്ചക്കറി കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ മുറ്റത്ത് തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരിക്കും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ്, ലിവ് വിത്ത് 3 E's: എനർജി, എന്തൂസിയാസം ആൻഡ് എംപതി. നമ്മൾ ജീവിക്കുമ്പോൾ എനർജി ഉള്ളവരായിട്ട് ജീവിക്കുക. എപ്പോഴും എനിക്കൊന്നിനും വയ്യ, എനിക്കൊന്നും വേണ്ട എന്നിങ്ങനെ തളർന്ന് അവശയായിട്ട് ഒന്നിനും താല്പര്യമില്ലാതെ ആ രീതിയിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ എത്ര കാലം ഭൂമിയിലുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഉള്ള കാലം നമ്മൾ ഏറ്റവും സന്തോഷത്തോടെയും, അടുത്ത പോയിന്റ് അതാണ് എന്തൂസിയാസം, നമുക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യത്തോടെയും പുതിയ പുതിയ കാര്യങ്ങൾ അനുഭവിക്കാനുള്ള ഒരു താല്പര്യത്തോടെയും എനർജിയോടെയും ഒക്കെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആൻഡ് എംപതി. എംപതി എന്നുള്ള കാര്യം നമ്മൾ പലവട്ടം കേൾക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അവശതകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് നമുക്ക് സിമ്പതി അല്ല എംപതിയാണ് തോന്നേണ്ടത്. സിമ്പതി ആർക്കും പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അയ്യോ കഷ്ടമായിപ്പോയി എന്നൊരു വാക്ക് നമുക്ക് ആർക്കും പറയാം. പക്ഷെ അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, നമ്മളൊരു എന്താ പറയുക, വസുദൈവ കുടുംബകം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയൊക്കെയാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഭാരത സംസ്കാരം അതാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരാൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കുടുംബത്തിലെ ഒരു അംഗം പോലെ, നമ്മുടെ ഒരു സഹോദര തുല്യനായിട്ട് കണ്ട് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നോ അത് നമ്മൾ ചെയ്തു കൊടുക്കണം. അടുത്ത പോയിന്റ്, മേക്ക് ടൈം ഫോർ പ്രെയർ. അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. ഒരു പീസ്, സമാധാനം, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്, സ്ട്രെയിനൊക്കെ ഒന്ന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മൾ മേക്ക് ടൈം ഫോർ പ്രെയർ എന്ന് പറയുന്നത്. പലരും മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ എന്താ പറയുക, മെൻ്റൽ ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി പ്ലേ മോർ ഗെയിംസ്. നമ്മൾ എപ്പോഴും അടഞ്ഞുകൂടി ഒരു റൂമിനുള്ളിൽ അടച്ചിരിക്കാതെ നമ്മൾ പുറമേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടും, ഒരു ഫ്രഷ് എയർ, അല്ലെങ്കിൽ പ്രകൃതിയിലേക്കൊക്കെ ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ മൈൻഡും ഒന്ന് റിഫ്രഷ് ആകും. അപ്പോൾ ആ രീതിയിൽ മൊത്തത്തിൽ നമുക്ക് മെൻ്റലി ഫിസിക്കലി ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടും നമ്മൾ വീടിന് പുറത്തേക്കോ അല്ലെങ്കിൽ റൂമിന് പുറത്തേക്കോ ഇറങ്ങുമ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്കും അതൊരു വാമപ്പ് എന്നുള്ള രീതിയിൽ കിട്ടുകയും ചെയ്യും. നമ്മുടെ മൈൻഡും ഒന്ന് റിഫ്രഷ് ആവുകയും ചെയ്യും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഒന്ന് മൈൻഡ് ഫ്രഷ് ആക്കി വെച്ചാൽ തന്നെ കൂടുതൽ കോൺസെൻട്രേഷൻ പവർ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തോന്നിക്കും. അല്ലെങ്കിൽ എപ്പോഴും ഒരു ആവശ്യത, അയ്യോ എന്നെക്കൊണ്ട് വയ്യ, എനിക്ക് പറ്റില്ല, പിന്നെ ആട്ടെ എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കും. പക്ഷേ ഗെയിംസൊക്കെ കളിച്ച് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ആക്റ്റീവായി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാഗ്രഹം വരികയും നമ്മുടെ ബോഡി അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അടുത്ത പോയിന്റ്, റീഡ് മോർ ബുക്സ്. അത് നമ്മുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ചിലർ എന്താ പറയുക, വെറുതെ സമയം കളയാതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമിലൊക്കെ ബുക്സും കാര്യങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അറിവ് കിട്ടും. അത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. അങ്ങനെ ഒരുപാട് നമ്മുടെ
ഫിസിക്കൽ, മെൻ്റൽ സ്പിരിച്വൽ ഹെൽത്തിനെയൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബുക്സ് വായിക്കുക എന്നുള്ളത്. ഇനി സ്ലീപ്പ് ഫോർ 7 hours. നമ്മളിങ്ങനെ എപ്പോഴും ബോഡിക്ക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എൻഗേജ് ചെയ്തിരുന്നാൽ മാത്രം പോരാ, ആവശ്യത്തിന് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് കിട്ടുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ബ്രെയിൻ റെസ്റ്റ് ചെയ്യുന്ന ടൈമാണ് നമ്മൾ ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത്. അങ്ങനെ പ്രോപ്പറായിട്ടൊരു റെസ്റ്റ് കിട്ടിയാൽ മാത്രമേ കൂടുതൽ എനർജറ്റിക് ആയിട്ട് ബ്രെയിന് പിന്നീട് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ എപ്പോഴും നമ്മൾ ബ്രെയിന് സ്ട്രെയിൻ തന്നെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ എന്താ പറയുക വർക്കിംഗ് എഫിഷ്യൻസി കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാനോ ഒന്നിനും നമുക്ക് സാധിക്കില്ല. നെക്സ്റ്റ് പോയിന്റ്, ടേക്ക് 10 to 30 minutes വാക്ക് എവറി ഡേ ആൻഡ് വൈൽ യു വാക്ക് സ്മൈൽ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എപ്പോഴും അടച്ചു കെട്ടി ഫോണും പിടിച്ച് അല്ലെങ്കിൽ എന്താ പറയുക ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ വളരെ ടയേർഡായിട്ട് കിടക്കുക, ഉറങ്ങുക, ഫുഡ് കഴിക്കുക, ഫോൺ നോക്കുക, ഈ പരിപാടികൾ മാത്രമല്ലാതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക. അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 10 തൊട്ട് 30 മിനിറ്റ് വരെ എങ്കിലും നമ്മൾ കുറച്ച് നേരം നടക്കുകയോ, ഒത്തിരി ദൂരേക്കൊന്നും പോയില്ലെങ്കിലും നമ്മുടെ മുറ്റത്തേക്കിടയ്ക്ക് ഒന്ന് നടക്കുകയോ, നമ്മുടെ എന്താ പറയുക മുറ്റത്ത് നിൽക്കുന്ന പൂക്കളെ കാണുകയോ അല്ലെങ്കിൽ ഗാർഡനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കലി ഒരു എക്സസൈസും ആകും, മെൻ്റലി നമുക്കൊരു സന്തോഷവും കിട്ടും. പിന്നെ ആൾക്കാരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഒരു സന്തോഷം നൽകും. അത് തിരിച്ച് നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതല്ലാതെ എക്സസൈസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, യോഗ ചെയ്യുക, ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഫണ്ടമെൻ്റൽ ടെക്നിക്സ് ഇൻ ഹാൻഡ്ലിങ് പീപ്പിൾ. നമ്മൾ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്നതിൽ നമ്മൾ ഒരു സോഷ്യൽ ബീയിങ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ മാത്രമായി അല്ലെങ്കിൽ നമ്മളെ മാത്രം കണ്ടുകൊണ്ട് നമുക്ക് ആയുഷ്കാലം ഇരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്, ആൾക്കാരെ മീറ്റ് ചെയ്യേണ്ടതുണ്ട്, അവരുമായിട്ട് ഇടപഴകി പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡോണ്ട് ക്രിട്ടിസൈസ് ഓർ കംപ്ലെയിൻ. നമ്മളൊരാളെ കാണുമ്പോൾ തൊട്ട് കുറ്റം പറയാനും അല്ലെങ്കിൽ പരാതികൾ പറയാനും ഒക്കെ അതിന് മാത്രമാണ് നമ്മൾ സമയം കണ്ടെത്തുന്നുള്ളൂ എങ്കിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പിന്നീട് നമ്മുടെ അടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇടപഴകാനോ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും കംപ്ലൈൻറ്റ് പറയുമ്പോഴും ഒക്കെ ഒരു നെഗറ്റീവ് എനർജിയാണ് അയാളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമുക്ക് ഒരാളിൽ നിന്ന് നെഗറ്റീവ് എനർജി മാത്രം റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. നമുക്ക് സന്തോഷം, സമാധാനം, ഈ കാര്യങ്ങളൊക്കെയാണ്, ഒരു മെൻ്റൽ പ്ലഷറൊക്കെയാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുക. എപ്പോഴും വന്നിട്ട് കുറ്റം, കംപ്ലയിൻറ്റ്സ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കതൊരു തീരെ താല്പര്യമില്ലാത്തതും അത് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കും. അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഇന്ന് ആരുടെ കുറ്റമാണോ പറയാൻ പോകുന്നത്, ആ ഒരു തരത്തിലായിരിക്കും നമ്മൾ ഒരാളെ കാണുമ്പോൾ തന്നെ വിലയിരുത്തുക. അപ്പോൾ ആ കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗിവ് ഹോണസ്റ്റ് ആൻഡ് സിൻസിയർ അപ്രീസിയേഷൻ എന്നുള്ളതാണ്. നമ്മളൊരാളെ കാണുമ്പോൾ വളരെ ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യവുമല്ല. അപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ടിരിക്കുക, അല്ലാതെ നമുക്കൊരാളുടെ മുന്നിൽ അഭിനയിച്ച് കാര്യം സാധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമുക്ക് ജീവിതകാലം മൊത്തം ഒരാളുടെ മുന്നിൽ അഭിനയിക്കാനും നമുക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട്, ഒരു കള്ളം മറയ്ക്കാൻ നമ്മൾ 100 കള്ളം പറയേണ്ടി വരും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ കള്ളം പറയാൻ അല്ലെങ്കിൽ നമ്മളൊരു മാസ്ക് ധരിച്ച ഒരാളുടെ മുന്നിൽ നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് ആയുഷ്കാലം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹോണസ്റ്റ് ആയിട്ടിരിക്കുക. ആൻഡ് സിൻസിയർ അപ്രീസിയേഷൻ. ഇപ്പോൾ ഒരാളൊരു നല്ല കാര്യം ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് അയാളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മൾ തിരിച്ചും നമുക്ക് ആ ഗിവ് ആൻഡ് ടേക്ക് എന്നാണല്ലോ, നമ്മൾ അങ്ങ് കൊടുക്കുമ്പോഴാണ് തിരിച്ച് നമ്മളും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഉള്ളൊരു ടൈം കണ്ടെത്തുള്ളൂ. അല്ലാതെ എപ്പോഴും നമ്മൾ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ തിരിച്ചും നമുക്ക് നെഗറ്റീവ് മാത്രമേ ഓൾവേസ് കിട്ടുകയുള്ളൂ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നമ്മൾ ഒരാളെ കാണുമ്പോൾ ചിരിക്കാൻ ശ്രമിക്കുക. അതൊരു
വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിലേക്ക് റേഡിയേറ്റ് ചെയ്യാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി വേസ് ടു മേക്ക് പീപ്പിൾ ലൈക്ക് യു എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെക്കുറിച്ച് ഒരാൾ നല്ലൊരു പേഴ്സണാലിറ്റി ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേസ് ടു മേക്ക് പീപ്പിൾ ലൈക്ക് യു. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് നമ്മളോട് തീരാത്ത വൈരാഗ്യമാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും പറയില്ല നമ്മളൊരു നല്ല പേഴ്സണാലിറ്റി ആണെന്ന്. അപ്പോൾ അവർക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നണം. അപ്പോൾ ആ ഇഷ്ടം തോന്നുക എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് ആ ഇഷ്ടം പിടിച്ചു പറ്റാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ബിക്കം ജെന്യുവൻലി ഇൻട്രസ്റ്റഡ് ഇൻ അതർ പീപ്പിൾ. നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അഭിനയിക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ ഒരാൾ സംസാരിക്കണം അല്ലെങ്കിൽ മറ്റൊരാളിൽ നമുക്ക് ഭയങ്കര താല്പര്യമാണ് അഭിനയിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് എല്ലാ കാലവും നമുക്കത് പറ്റില്ല. എന്തെങ്കിലും ആ മാസ്ക് നമ്മുടെ മുഖത്തുനിന്ന് അഴിഞ്ഞു വീഴുന്നൊരു ദിവസം വരും. അപ്പോൾ അന്ന് നമ്മൾ അത്രയും കാലം ഉണ്ടാക്കിയ എല്ലാ ഇമേജും പൊളിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ജെന്യുവൻ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് മറ്റൊരാളിൽ ജെന്യുവനായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നിക്കുക അല്ലെങ്കിൽ ജെന്യുവനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള രീതിയിൽ നമ്മൾ പെരുമാറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ സ്മൈൽ, അതെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആരെ കണ്ടാലും, ഇപ്പോൾ ഒരു അപരിചിതനെ കണ്ടാലും നമുക്ക് ചിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ക്വാളിറ്റിയാണ്. അതെല്ലാവർക്കും കഴിയുന്ന ഒരു ക്വാളിറ്റിയുമല്ല. പിന്നെ ബി എ ഗുഡ് ലിസണർ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബി എ ഗുഡ് ലിസണർ. നല്ലൊരു കേൾവിക്കാരനായിട്ടിരിക്കുക. എപ്പോഴും നമ്മളിങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ എന്താണ് അവരുടെ ഫീലിങ്സ് എന്നുള്ളത് കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അടുത്ത പോയിന്റ്, എൻകറേജ് അതേഴ്സ് ടു ടോക്ക് അബൌട്ട് ദെംസെൽഫ്. അപ്പോൾ നമ്മൾ നല്ലൊരു കേൾവിക്കാരനായിട്ട് ഇരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അയാളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു എൻകറേജ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു എൻകറേജ്മെൻറ്റ് കിട്ടുമ്പോഴാണ് അയാൾക്ക് സ്വന്തം, ഇപ്പോൾ ചിലർക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരാളോട് ഷെയർ ചെയ്താൽ വളരെ അവർക്കൊരാശ്വാസം കിട്ടുമെന്നുള്ള സിറ്റുവേഷനിലായിരിക്കും ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിൽക്കുക. അപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കാം, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് വളരെ ഓപ്പണപ്പ് ആവുകയും അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുകയും ചിലപ്പോൾ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മൾ അവർക്കൊരു എൻകറേജ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി വിൻ പീപ്പിൾ ടു യുവർ വേ ഓഫ് തിങ്കിങ്. ഷോ റെസ്പെക്ട് ഫോർ ദി അതർ പേഴ്സൺസ് ഒപ്പീനിയൻ. എപ്പോഴും നമ്മൾ പറയണത് മാത്രമാണ് ശരി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ നിൽക്കാതെ ഒരു കാര്യത്തിൽ വേറൊരാൾ ചിലപ്പോൾ നമ്മുടെ നല്ലതിന് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും, പക്ഷെ ഞാൻ ചെയ്തതാണ് ശരി എന്ന് എപ്പോഴും വിചാരിക്കാതെ അയാൾ പറയുന്നതിലും കാര്യമുണ്ടാകാം അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്കും വേണം. നമുക്ക് ക്രിറ്റിസിസംസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡും വേണം. ഒരാളൊരു ഒപ്പീനിയൻ പറഞ്ഞാൽ അല്ലെങ്കിൽ താനാ ചെയ്തത് ശരിയായില്ല കേട്ടോ എന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും നമ്മുടെ ഉള്ളിൽ വേണം. നെവർ സേ യു ആർ റോങ്. നമ്മൾ ഒരിക്കലും മുഖത്തടിച്ച പോലെ താൻ ചെയ്തത് തെറ്റാണ് എന്ന് നമ്മൾ മുഖത്തടിച്ച് പറയാൻ പാടില്ല. അത് വളരെ പൊളൈറ്റായിട്ട് അദ്ദേഹത്തിന് ഹേർട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഹേർട്ട് ആവാത്ത രീതിയിൽ നമുക്ക് കൺവേ ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. മുഖത്തടിച്ച പോലെ ഒരിക്കലും നീ പറഞ്ഞത് തെറ്റാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. ഇഫ് യു ആർ റോങ് അഡ്മിറ്റ് ഇറ്റ് ക്വിക്ക്ലി ആൻഡ് എംഫറ്റിക്കലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ഭാഗത്തും തെറ്റുകളുണ്ടാവാം. ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല. അപ്പോൾ നമ്മുടെ തെറ്റുകൾ നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കുക നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കായിരിക്കും. അപ്പോൾ അവർ നമ്മുടെ നല്ലത് ആഗ്രഹിച്ച് അല്ലെങ്കിൽ നമ്മളിനി ആ തെറ്റ് വീണ്ടും ചെയ്യരുത് എന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കും നമുക്ക് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ശരിയാണ് ചെയ്യുന്നത്, എന്നെ ആരും തെറ്റ് തിരുത്താനൊന്നും വരണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലല്ല നമ്മൾ നിൽക്കേണ്ടത്. ഓ ശരിയാണ്, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നമ്മുടെ തെറ്റ് നമ്മൾ എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യുക, അത് തിരുത്തുക. ബിഗിൻ ഇൻ എ ഫ്രണ്ട്ലി മാനർ. ഒരാളെ കാണുമ്പോൾ തന്നെ പോയി വഴക്കുണ്ടാക്കി ആ ഒരു രീതിയിലല്ല നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഒരാളെ കാണുമ്പോൾ
ചിരിക്കുക, ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ പരിചയപ്പെടുക, പരിചയം പുതുക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മളൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്. ട്രൈ ഹോണസ്റ്റ്ലി ടു സീ തിങ്സ് ഫ്രം ദി അതർ പേഴ്സൺസ് പോയിന്റ് ഓഫ് വ്യൂ. നമ്മളെപ്പോഴും നമ്മുടെ കണ്ണിൽ കൂടെ മാത്രം കാണാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കണ്ണിലൂടെയും നമ്മൾ ആ ഒരു കാര്യം നിരീക്ഷിക്കുക. ഇപ്പം ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അതെങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക എന്ന് നമ്മൾ അയാളുടെ കണ്ണിലൂടെയും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും വേറൊരാളെ ഹേർട്ട് ചെയ്തുകൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ അയാളുടെ കണ്ണിലൂടെ നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഹേർട്ടായേനെ എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ വരിക. അപ്പം അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം ചെയ്യരുത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കണ്ണിലൂടെ മാത്രം കാണാതെ സ്വാർത്ഥരായിട്ടിരിക്കാതെ ഓപ്പോസിറ്റുള്ള ആളുടെ കണ്ണിലൂടെയും ഒരു കാര്യത്തെ നിരീക്ഷിക്കാൻ ശ്രമിക്കുക. ഇനി ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവുക എന്നുള്ളത്, അല്ലെങ്കിൽ ബി എ ലീഡർ എന്ന് പറയുന്നത്. എ ലീഡേഴ്സ് ജോബ് ഓഫൻ ഇൻക്ലൂഡ്സ് ചേഞ്ചിങ് യുവർ പേർപ്പിൾസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. സം സജഷൻ അക്കംപ്ലിഷ് ദിസ്. കോൾ അറ്റൻഷൻ ടു പീപ്പിൾസ് മിസ്റ്റേക്സ് ഇൻഡയറക്ട്ലി. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ ചെന്നു ഒരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഒരു ലീഡറായിട്ട് ഏൽപ്പിക്കണം എന്നൊന്നുമില്ല, ഇന്നയാളാണ് ലീഡർ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കണം എന്നൊന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കാനും കാര്യങ്ങൾ നിർവഹിക്കാനുമുള്ളൊരു കഴിവ് സ്വയമേ ഉണ്ടാവണം. അപ്പോൾ ആരെ ഏൽപ്പിച്ചില്ലെങ്കിലും ആരത് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിലും നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളൊരു ക്വാളിറ്റി നമ്മുടെ ഉള്ളിലുണ്ടാവുക. അപ്പോൾ ഒരു ലീഡറായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരാളുടെ മിസ്റ്റേക്സ് പോയി ഡയറക്റ്റ്, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞാൽ മുഖത്തടിച്ച് പറയാൻ പാടില്ല, നീ ചെയ്തത് തെറ്റാ, നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു യൂണിറ്റി ഉണ്ടാവത്തില്ല. പിന്നെ അയാൾക്ക് ഒരു ഡിസ്കറേജ്മെൻറ്റ് കിട്ടുകയും പിന്നെ ഈ പറയുന്ന ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ അയാൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവാതിരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് തെറ്റുകളുണ്ടാവാം, അത് പൊളൈറ്റായിട്ട് അയാൾക്ക് മാത്രം അല്ലെങ്കിൽ അയാൾക്ക് ഹേർട്ട് ആവാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ്, ആസ്ക് ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് ഡയറക്റ്റ് ഓർഡേഴ്സ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ലീഡർ ഒരു ഉടമയും ബാക്കിയുള്ളവർ ലീഡറുടെ അടിമയും അങ്ങനെയൊന്നും അല്ല. നമ്മളെല്ലാവരും തുല്യരാണ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും തുല്യരാണ്. ഇയാൾ ജസ്റ്റ് ലീഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചുകൊണ്ട് നമുക്കത് ബാക്കിയുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ മേൽ കയറി ഭരിക്കാനുള്ള ഒരു അധികാരമൊന്നും അല്ല. നമുക്ക് നീ ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്തേ പറ്റുള്ളൂ എന്ന് ഞാൻ എല്ലാം നോക്കി നിന്നോളാം എന്നുള്ളൊരു രീതിയിലല്ല നമ്മൾ പറയേണ്ടത്. നമുക്ക് ഒപ്പീനിയൻസ് ചോദിക്കാം, സജഷൻസ് ചോദിക്കാം, ഇങ്ങനെ ചെയ്താലോ, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കില്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയാം. പക്ഷെ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ഓർഡേഴ്സ് കൊടുക്കുകയോ അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ബിഗിൻ വിത്ത് പ്രൈസ് ആൻഡ് ഹോണസ്റ്റ് അപ്രീസിയേഷൻ. നമ്മളൊരു ഗ്രൂപ്പ് മീറ്റിംഗ് തുടങ്ങുമ്പോൾ തന്നെ വന്ന് കുറ്റം പറച്ചിലും എന്താ പറയുക ക്രിട്ടിസൈസ് ചെയ്യലും ചീത്ത പറച്ചിലും മാത്രമല്ല ഉണ്ടാവേണ്ടത്. തുടങ്ങേണ്ടതേ അങ്ങനെയല്ല. വരുമ്പോൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് മെമ്പർ ഒരു നല്ല കാര്യം ചെയ്തു, അപ്പോൾ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യുക, പ്രൈസ് ചെയ്യുക, അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക, നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊരു മോട്ടിവേഷൻ കൊടുക്കുക. ഇതൊക്കെയാണ് ഒരു ലീഡർ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും ഒരാളെ ഡിസ്കറേജ് ചെയ്യുകയോ അയാളെ ഹേർട്ട് ചെയ്യുകയോ രീതിയിലായിരിക്കരുത് ലീഡർ സംസാരിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ഇനി ടോക്ക് അബൌട്ട് യുവർ ഓൺ മിസ്റ്റേക്സ് ബിഫോർ ക്രിട്ടിസൈസിങ് ദ അതർ പേഴ്സൺ. നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്താണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സ്വയം സെൽഫ് ക്രിട്ടിസൈസ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് പോകാൻ വേണ്ടി. അത്രയൊക്കെയാണ് ഒരു ബി എ ലീഡർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. യൂസ് എൻകറേജ്മെൻറ്റ്, മേക്ക് ഫോൾട്ട് സീം ഈസി ടു കറക്റ്റ്. അതായത് സാരമില്ല, നമുക്കത് തിരുത്താവുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് മെമ്പർ തെറ്റ് ചെയ്താലും അയാളെ പോയി ചീത്ത പറഞ്ഞ് ഹേർട്ട് ചെയ്യാതെ സാരമില്ല, നമുക്കത് തിരുത്താം, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിന്നാൽ അത് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു മോട്ടിവേഷൻ കൊടുക്കുക, എൻകറേജ്മെൻറ്റ് കൊടുക്കുക, ഒരു ആശ്വാസവാക്ക് പറയുക എന്നുള്ളതൊക്കെ ഒരു ലീഡർ ചെയ്യേണ്ട കടമയാണ്. മേക്ക് അതർ പേഴ്സൺ ഹാപ്പി അബൌട്ട് ഡൂയിങ് ദ തിങ്സ് യു സജസ്റ്റ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ആ കാര്യം വേറൊരാൾ, ഇപ്പോൾ നമ്മളൊരു സജഷൻ പറഞ്ഞു, അതൊരാൾ ഏറ്റെടുത്ത് ചെയ്യണത് കാണുമ്പോൾ ഉള്ള സന്തോഷം നമ്മൾ എന്താണെന്ന് പങ്കുവെക്കുക. ആ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.
ഹൗ ടു മേക്ക് ഗുഡ് പേഴ്സണൽ. ഒരു ഗുഡ് പേഴ്സണാലിറ്റി എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. അതായത് പൊതുസമൂഹത്തിൽ ഇറങ്ങി നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. നമ്മൾ സംസാരിക്കുമ്പോൾ ഡോണ്ട് ബി ലൗഡ്. നമ്മൾ ഒത്തിരി ഉറക്കെ സംസാരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു എന്താ പറയുക, അതൊരു വല്ലാത്തൊരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും ഒരാളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കുക. അയാൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പോൾ നമ്മൾ അവിടെ ഇപ്പോൾ ഒരു കാര്യം കൺവേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് കേൾക്കാൻ പാകത്തിന് വേണം പറയാൻ, പക്ഷേ ഒത്തിരി ലൗഡ് ആവാൻ പാടില്ല. നോ വെൻ ടു സ്പീക്ക്. അതായത് അസ്ഥാനത്ത് കയറിയല്ല നമ്മൾ കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. ഇപ്പോൾ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറിയല്ല നമ്മൾ പറയേണ്ടത്. അയാൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒപ്പീനിയൻ പറയുക. അല്ലാതെ ഇപ്പോൾ ഒരു എന്താ പറയുക സിറ്റുവേഷൻസ് നോക്കാതെ നമ്മൾ ഒരിക്കലും കയറി സംസാരിക്കാൻ പാടില്ല. ഡോണ്ട് ബി അഫ്രൈഡ് ടു ടോക്ക് ടു അതേഴ്സ്. അയ്യോ ഞാൻ സംസാരിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പിൻവലിഞ്ഞ് നിൽക്കാനും പാടില്ല. നമ്മൾ നമ്മുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നതിൽ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളതൊരു ചെയ്യുന്നത് ഒരു തെറ്റൊന്നുമല്ല. നമ്മൾ നമ്മുടെ ഒപ്പീനിയൻസ് പറയുക അല്ലെങ്കിൽ നമ്മുടെ സജഷൻസ് പറയുക. ഒരാളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ച് പറയുക എന്നുള്ളതിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഹാവിങ് എ സെൻസ് ഓഫ് ഹ്യൂമർ ഈസ് എ പ്ലസ്. അതായത് എപ്പോഴും വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക വളരെ റിജിഡായിട്ടുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്കൊരു ആളോട് അത്ര താല്പര്യം തോന്നില്ല. പക്ഷെ പകരം അതിൻ്റെ ഇടയ്ക്ക് കൂടെ തമാശ പറയുകയും ഇതേപോലെ റിയൽ ലൈഫ് സിറ്റുവേഷൻസൊക്കെ നമ്മുടെ അടുത്ത് കഥകൾ പറയുകയും എക്സാമ്പിൾസ് പറയും, ആ രീതിയിലൊക്കെയാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് തോന്നും അയാളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. റിമെമ്പർ പേഴ്സണാലിറ്റി ഡസൻറ്റ് മീൻ ദാറ്റ് യു ഷുഡ് ഹാവ് ലുക്സ്. നമ്മുടെ പേഴ്സണാലിറ്റി ഒരിക്കലും നമ്മുടെ ലുക്സിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടല്ല. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, പ്ലസ് അതിൽ കൂടുതൽ നമ്മുടെ ഇൻറ്റേർണൽ ആസ്പെക്ട്സ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറാണ് നമ്മൾ പേഴ്സണാലിറ്റിയിൽ കൂടുതൽ പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പോൾ നല്ല വില കൂടിയ ക്വാളിറ്റി ഡ്രസ്സോ ചെരുപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ മേക്കപ്പോ ഇട്ട് നടക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ചിലർക്ക് അത് താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ സിംപ്ലിസിറ്റി ആയിരിക്കും അവരാഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അയാളുടെ പേഴ്സണാലിറ്റി മോശമാണെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല. അയാൾ ചിലപ്പോൾ വളരെ ഉള്ളിൽ കണ്ടന്റുള്ള ക്യാരക്ടറുള്ള ഒരാളായിരിക്കാം. അപ്പോൾ നമ്മൾ ഒരിക്കലും ലുക്സ് വെച്ചിട്ട് അയാളെ ജഡ്ജ് ചെയ്യരുത്. അതൊരിക്കലും ഒരു ശരിയായ ജഡ്ജ്മെൻ്റ് ആയിരിക്കില്ല. ബി കൈൻഡ് ആൻഡ് കൺസിഡറേറ്റ്. ബാക്കിയുള്ളവരെയും കൂടെ നമ്മുടെ ഫെല്ലോ ബീയിങ്സ് ആണ് എന്നുള്ളൊരു കൈൻഡ് ആൻഡ് കൺസിഡറേഷൻ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. ഒരു നല്ല പേഴ്സണാലിറ്റിക്ക് ഈ പറയുന്ന ക്വാളിറ്റീസൊക്കെ ഉണ്ടാവണം. ഇനി ടിപ്സ്. അതായത് നമ്മൾ ഈ പറയുന്നൊരു സൊസൈറ്റിയിൽ ഇറങ്ങി നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാവുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളുമാണ് ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കീപ്പ് എ സ്മാർട്ട് ഹെഡ് ആൻഡ് കീപ്പ് കൂൾ. നമ്മൾ ഒരിക്കലും എന്താ പറയുക പേടിച്ച് മാറി നിൽക്കുക അല്ലെങ്കിൽ ഭയങ്കര ഒരു അഹങ്കാരമുള്ള ഒരാളായിട്ട്, നേരെ തിരിച്ചും രണ്ട് എക്സ്ട്രീമും പാടില്ല. എനിക്കെല്ലാം അറിയാം, ഞാനെല്ലാം സുപ്പീരിയർ ആളാണ് എന്നുള്ളൊരു അഹങ്കാരവും ഉണ്ടാവാൻ പാടില്ല. അയ്യോ എനിക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല അല്ലെങ്കിൽ എനിക്ക് ചെയ്താൽ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് പേടിച്ച് മാറി നിൽക്കാനും പാടില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുക. നമ്മളൊരു എന്താ പറയുക ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പറയുന്ന നല്ലൊരു ക്യാരക്ടർ ഒക്കെയുള്ള ഒരാളായിട്ട് കൂളായിട്ടിരിക്കുക. നമ്മൾ കൂടുതൽ അതിൽ ടെൻസ്ഡ് ആവുകയോ അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു നല്ല ആളാണെന്ന് കാണിക്കാൻ വേണ്ടി അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ അങ്ങനെയായിട്ടിരിക്കുക. ഡോണ്ട് ഷൗട്ട് ഓർ അഗ്രസീവ്. അത് ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിൻ്റാണ്. ഒരുപാട് അഗ്രസീവായിട്ടോ അല്ലെങ്കിൽ ഒത്തിരി ഒച്ചത്തിലോ ഒന്നും സംസാരിക്കാതിരിക്കുക. അതൊക്കെ നമ്മളെക്കുറിച്ചൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുക. ഡോണ്ട് ഡൗട്ട് യുവർ സെൽഫ്. അതായത് നമുക്ക് കുറച്ച് കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വയം ഒരു
വിലയിരുത്തൽ നടത്തേണ്ടതാണ്. എന്തൊക്കെയാണ് നമ്മുടെ പോസിറ്റീവ്സ്, എന്തൊക്കെയാണ് നമ്മുടെ നെഗറ്റീവ്സ് എന്ന് നമ്മൾ തന്നെ സ്വയം തിരിച്ചറിയുക. നമ്മുടെ പോരായ്മകൾ എവിടെയാണെന്നുള്ളത് നമ്മൾ അവിടെ വർക്ക് ചെയ്യുക. കൂടുതൽ നമ്മളെ തന്നെ ഇംപ്രൂവ്ഡ് പേഴ്സൺ ആക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരിക്കലും നമ്മളെ സംശയിക്കരുത്. എന്നെക്കൊണ്ട് അത് പറ്റുമോ, അല്ലെങ്കിൽ അത് ഞാൻ ചെയ്താൽ ശരിയാവോ എന്നുള്ള രീതിയിൽ സംശയിച്ച് നിൽക്കരുത്. നമ്മുടെ വീക്ക് പോയിൻറ്റ്സ് എന്താണ്, സ്ട്രോങ് പോയിൻറ്റ്സ് എന്താണെന്ന് നമ്മൾ തന്നെ റിയലൈസ് ചെയ്യുക. ബി എക്സിക്യൂട്ടീവ് ഇൻട്രസ്റ്റ്, അതായത് ഒത്തിരി എന്താ പറയുക, ലക്ഷൂറിയസ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചില്ലെങ്കിലും നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ക്രിയേറ്റ് യുവർ ഓൺ പേഴ്സണൽ സ്റ്റൈൽ, നമ്മളൊരാളെ കോപ്പി ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ഇപ്പോൾ ഒരാൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ സിനിമാ താരങ്ങളെയൊക്കെ ആയിരിക്കും ഇമിറ്റേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ മമ്മൂട്ടി നടക്കുന്ന പോലെ, മോഹൻലാൽ നടക്കുന്ന പോലെ, അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ, ഫഹദ്, ഇവരെയൊന്നും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ ആവേണ്ട കാര്യമില്ല. നമ്മളെങ്ങനെയാണോ അങ്ങനെയായിട്ടിരിക്കുക. നമുക്കൊരു പേഴ്സണൽ സ്റ്റൈലുണ്ട്. ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, അവർക്കൊക്കെ ഒരു പേഴ്സണൽ സ്റ്റൈലുണ്ട്. അത് അവരുടെ രീതിയാണ്. ആ പേഴ്സണൽ സ്റ്റൈലല്ല നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടൊരു പേഴ്സണൽ സ്റ്റൈൽ ഉണ്ടാവേണ്ടതാണ്. ഡോണ്ട് കോപ്പി എനിവൺ. ഇനി പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഈസ് ദ ബിലീഫ് ദാറ്റ് യു ആർ വർത്ത് ദ എഫേർട്ട്, ടൈം ആൻഡ് എനർജി നീഡഡ് ടു ഡെവലപ്പ് യുവർ സെൽഫ്. ഡാനിസ് വാറ്റ്ലിയുടെ ഒരു കോട്ടാണ് അവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഹൗ വിന്നേഴ്സ് ഡിഫർ ഫ്രം ലൂസേഴ്സ്. നമ്മൾ പറയും, അവൻ എപ്പോഴും എന്താ പറയുക, അവൻ തൊട്ടതെല്ലാം പൊന്നാണ്, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാത്തിലും, അവൻ ഇറങ്ങി തിരിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാത്തിലും അവൻ വിജയം കണ്ടേ തിരിച്ച് കയറിയിട്ടുള്ളൂ, അല്ലെങ്കിൽ തിരിച്ച് അവൻ എന്ത് ചെയ്താലും അവിടെ തോൽവിയായിരിക്കും എന്നുള്ള രീതിയിൽ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ വിന്നേഴ്സ് ആകുന്നത്, അല്ലെങ്കിൽ ഈ ലൂസേഴ്സിൽ നിന്നും ഈ വിന്നേഴ്സ് എങ്ങനെയാണ് ഡിഫർ ആയിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹാർഡ് വർക്ക് ആൻഡ് കൺസിസ്റ്റൻസി. ഈ വിന്നേഴ്സായിട്ടുള്ള എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്തവരും എഫേർട്ട് എടുത്തവരുമായിരിക്കും. അല്ലാതെ വെറുതെ മടി പിടിച്ചിരുന്ന ഒരാളും വിന്നേഴ്സായിട്ടില്ല ഒരു ഫീൽഡിലും. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് കാലത്തേക്ക് മാത്രമല്ല. ഞാനൊരു 2 ദിവസം ഹാർഡ് വർക്ക് ചെയ്തു എന്ന് വിചാരിച്ച് എനിക്ക് വിന്നർ ആവണം എന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു സക്സസ് ഉണ്ടാവണം എന്നില്ല. എൻ്റെ ആ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. എല്ലാ കാലവും ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ നമ്മുടെ ഉള്ളിലുണ്ടാവണം. നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ കുറച്ച് കാലം പരിശ്രമിച്ചു, ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സാം ആയിക്കോട്ടെ, നമ്മൾ കുറച്ച് കാലം പരിശ്രമിച്ചു, നമുക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നില്ല, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും, ചിലപ്പോൾ 1-2 മാസമായിരിക്കും അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവുള്ളൂ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ഫീലിങ്ങിൽ നമ്മൾ ഒരിക്കലും അത് അവിടെ ഉപേക്ഷിച്ച് പോരാൻ പാടില്ല. നമ്മൾ അങ്ങനെ ഗിവപ്പ് ചെയ്ത ആരും സക്സസ് നേടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ തോറ്റു പിന്മാറാതിരിക്കുക. ഫോക്കസ് ആൻഡ് ഡിറ്റർമിനേഷൻ. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം, ഡിറ്റർമിൻഡ് ആയിരിക്കണം. സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് ഡെലിവറൻസ്. ഇപ്പോൾ നമ്മളൊരു എക്സാമിന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു പ്ലാനിങ് വേണം. അല്ലെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ ഞാൻ പഠിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ല വേണ്ടത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കിട്ടി, പഠിച്ചു, ഇന്നിപ്പോൾ 5 മിനിറ്റ് പഠിച്ചല്ലോ, ഇനി വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ഉഴപ്പാൻ പാടില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്ലാനിങ് ഉണ്ടാവാതെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം. ഇപ്പോൾ ചിലർക്ക് രാവിലെ എണീറ്റ് പഠിക്കുന്നതായിരിക്കും എഫക്റ്റീവായിട്ടുള്ളത്, ചിലർക്ക് രാത്രി ഇരുന്ന് പഠിക്കുന്നതായിരിക്കും എഫക്റ്റീവായിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കറിയാമല്ലോ നമ്മളെങ്ങനെയുള്ളൊരു പേഴ്സണാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. ഇപ്പോൾ രാവിലെ എണീറ്റ് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് കണ്ടൻറ്റ് നമ്മൾ ഇന്ന പോർഷൻ വരെ തീർക്കണം എന്നുള്ളൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുക, എത്ര സമയം കൊണ്ട് നമുക്കത് തീർക്കാൻ പറ്റും എന്നുള്ളത് നമ്മളൊന്ന് പ്ലാൻ ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ എത്ര നേരത്തെ എണീക്കണം, അല്ലെങ്കിൽ എത്ര മണി വരെ ഇരുന്ന് പഠിക്കണം എന്നുള്ളൊരു പ്ലാനിങ്, ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഏത് മെത്തേഡിൽ നമ്മൾ പഠിക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങും സ്ട്രാറ്റജിയൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക് രീതിയിൽ, അല്ലെങ്കിൽ ഒരു വെൽ പ്രിപ്പറേഷനോടുകൂടി, അല്ലെങ്കിൽ വെൽ പ്ലാനിങ്ങോടുകൂടി ഫോക്കസ്ഡ് ആയിട്ടും ഡിറ്റർമിൻഡ് ആയിട്ടും വിട്ടുവീഴ്ചയില്ലാതെ പിന്മാറാതെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കാണ് സക്സസ് ഉണ്ടാവാറുള്ളത്. പിന്നെ ഒരു
നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്ക് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാവണം. ഞാൻ ഇപ്പോഴും പറഞ്ഞു, നമ്മൾ എന്താ പറയുക, എന്നെക്കൊണ്ട് വയ്യ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ പിന്മാറാൻ പാടില്ല. എന്താണോ എനിക്ക് കഴിയുന്നത് അത് ഞാൻ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ അത് ഞാൻ ചെയ്യും, അത് ഞാൻ നേടിയെടുക്കും എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. പിന്നെ ടൈം മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമുക്കറിയാം നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വർക്ക് ചെയ്യാനുണ്ട്, എത്രത്തോളം പഠിക്കാനുണ്ട്, എക്സാമിനാണെങ്കിലും എത്ര പോർഷൻ ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ എനിക്ക് പഠിക്കാൻ എത്ര സമയം വേണം. ചിലർ പെട്ടെന്ന് പഠിക്കുന്നവരുണ്ടാവും, ഒരു തവണ വായിച്ചാൽ പഠിക്കുന്നവരുണ്ടാവും. ചിലരൊരു 10 പ്രാവശ്യം എഴുതി പഠിച്ചാലായിരിക്കും പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എങ്ങനെയുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ പോർഷനും എത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു പ്ലാനിങ് നടത്താൻ. ആ പ്ലാനിങ് വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ എത്ര സമയം വേണം, അല്ലെങ്കിൽ നമ്മുടെ ലെഷർ ടൈം എത്ര, ഫുൾ ടൈം ഇരുന്ന് പഠിക്കണമെന്ന് ആരും പറയത്തില്ല. നമുക്ക് ഈ സ്റ്റഡീസൊക്കെ പറയുന്നത് 20 മിനിറ്റ് കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഒരാൾക്കും കോൺസെൻട്രേഷൻ കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു 20 മിനിറ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവുക, വേറെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക, TV കാണുക, പാട്ട് കേൾക്കുക, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ കുറച്ച് താമസം എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ടൈം പ്ലാൻ ചെയ്യണം. പിന്നെ പ്രാക്ടിക്കലായിരിക്കുക. നമ്മളെപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഫാൻറ്റസി വേൾഡിൽ നമുക്ക് ജീവിക്കാൻ ഒരിക്കലും പറ്റില്ല. എല്ലാം നമ്മളിപ്പോൾ സിനിമ കാണുന്നത് പോലെ അല്ലെങ്കിൽ സൂപ്പർ പവർ കിട്ടുന്നത് പോലെ ഒന്നും നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രാക്ടിക്കലായിരിക്കണം ലൈഫിൽ. പിന്നെ പോസിറ്റീവ് തിങ്കിങ്. എപ്പോഴും ഈ നെഗറ്റീവ് തിങ്കിങ് ഉള്ള ആൾക്കാർക്ക് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാനും, ഈ പറയുന്ന സെൽഫ് കോൺഫിഡൻസ്, എല്ലാ കാര്യങ്ങളും അവർ പിന്നോട്ടേക്കായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാം ഒരു കൃത്യമായ രീതിയിൽ പോകണം, നല്ല രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് നമ്മൾ ആദ്യം പറഞ്ഞ പ്രയർ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. What lies behind us and what lies ahead of us are tiny matters compared to what lies within us. അപ്പോൾ അതാണ് കൺക്ലൂഷൻ. നമ്മളപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചു. വിവിധ തരം പേഴ്സണാലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എങ്ങനെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. നല്ലൊരു ആരോഗ്യമുള്ള വ്യക്തിയായിട്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെന്തായിരുന്നു, നമുക്ക് ടിപ്സ്, ഒരു നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. സെൽഫ് കോൺഫിഡൻസ്, പോസിറ്റീവ് തിങ്കിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ലൊരു വ്യക്തിയായിട്ടിരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എല്ലാവർക്കും സാധിക്കും. പക്ഷെ അഭിനയിക്കുകയല്ല നമ്മൾ വേണ്ടത്. നമ്മൾ ആ ഒരു ബിഹേവിയറും ക്യാരക്ടറും നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഫോം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അത് ഫോം ചെയ്യാനായിട്ട് ഒരുപാട് വഴികൾ നമ്മൾ ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യുക. നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള നല്ലൊരു സിറ്റിസൺ ആയിട്ട് വളരുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.